ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനാഭിവൃദ്ധി വിഷയം തന്നെയാണ്. ഒരു ഭക്തൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ക്രിയകളൊക്കെ പറഞ്ഞു തരാൻ ധനാഭിവൃദ്ധിക്ക്. അപ്പോൾ ആ ഭക്തന് വേണ്ടുന്ന അറിവോടുകൂടി ലോകജനതയ്ക്ക് കൂടി സമർപ്പിക്കുകയാണ് ഇന്നത്തെ ഈ അറിവ്. മറ്റൊന്നുമല്ല, തിരുപ്പതി വെങ്കടാചലേശ്വരനെ നിത്യം സാധന പോലെ ചെയ്യേണ്ടുന്നൊരു ക്രിയ. ഐശ്വര്യാഭിവൃദ്ധി നമ്മൾക്ക് വന്നു ചേരാനും ധനധാന്യ സമൃദ്ധി വന്നു ചേരാനും ഉള്ളൊരു ക്രിയ. നമുക്കറിയുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനസമ്പത്തുള്ള വരവുള്ള, അതായത് അമ്പലത്തിലേക്ക് വരവുള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം. ഇനി പൂർവികരായിട്ടുള്ള സ്വത്തുക്കൾ ഉള്ള ക്ഷേത്രം ഏതാണെന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. നിധി കുംഭാരം പോലുള്ള സ്വത്തുക്കളൊക്കെ ഇരിക്കുന്നത്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രശസ്തി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി വെങ്കടാചലേശ്വര ക്ഷേത്രം. ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മഹാലക്ഷ്മിയും നമ്മുടെ ഭവനത്തിലുണ്ടായിരിക്കും. ഭർത്താവ് എവിടെയുണ്ടോ അവിടെ ഭൂമി ദേവിയും മഹാലക്ഷ്മി ദേവിയും അവിടെ സന്നിധരായിരിക്കും. ഒരു സംശയവും അതിലില്ല. എല്ലാവരുടെയും വിചാരം മഹാലക്ഷ്മി മഹാമായിയാണ് നമ്മൾക്ക് ധനം തരുന്നത് എന്നാണ്. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. അല്ല എന്നൊന്നും പറയണില്ല. അതിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുവാനുള്ള ഒരു കാരണം തന്നെ ഒരു കഥ പോലെയുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ധനഭൈരവനായിരിക്കുന്ന സാക്ഷാൽ കാശി വിശ്വനാഥൻ തന്നെയാണ് ധനഭൈരവമൂർത്തിയായിരിക്കുന്നത്. എല്ലാ ഐശ്വര്യപൂർത്തിക്കും ധനധാന്യ സമൃദ്ധിക്കും മൂലകേതുവാണ് സാക്ഷാൽ ധനഭൈരവമൂർത്തി. അദ്ദേഹത്തിൻ്റെ നിധി സമ്പത്ത് സൂക്ഷിക്കുന്ന ആളാണ് കുബേരമൂർത്തി. അപ്പോൾ മഹാവിഷ്ണു പാലാഴി കടയുന്ന സമയത്ത് മഹാലക്ഷ്മി ഉയർന്നു വന്നപ്പോൾ വിവാഹാഭ്യർത്ഥന ചെയ്തു. അപ്പോൾ അമ്മ പറഞ്ഞു അത്രേ, ധനത്തിൻ്റെ അധിപതിയായിട്ട് ഞാനിരിക്കണം എന്ന്. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ അത് ചിന്തിച്ചപ്പോൾ അത് ഒരിക്കലും സാധ്യമല്ല. കാരണം കുബേരനാണ് അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ അധിപതി എന്ന് പറയുന്നത് സാക്ഷാൽ പരമേശ്വരനാണ്. എന്നാൽ മഹാലക്ഷ്മിയെ വിവാഹം കഴിക്കണമെന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അതുമൂലം കുബേരമൂർത്തിയിൽ നിന്ന് കടം വാങ്ങിച്ച് മഹാലക്ഷ്മിക്ക് കൊടുത്ത് പിന്നീട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് തിരിച്ചേൽപ്പിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു അത്രേ. പക്ഷേ അത് മഹാലക്ഷ്മി ഭഗവതി കൊടുത്തില്ല. ഭാര്യയായി പോയി, ശിക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ കുബേരമൂർത്തിയിൽ നിന്ന് ഒളിച്ച് നടക്കേണ്ടി വന്നു എന്ന് പറയണം. ആ ഒരു സങ്കല്പമാണ് തിരുപ്പതി വെങ്കടാചലേശ്വരൻ്റെ രൂപം. ഭഗവാൻ ചതുർബാഹു ആയിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ മുഖത്ത് വലിയൊരു കുറി തൊട്ടിരിക്കുകയാണ്. അപ്പോൾ മുഖം മറച്ചിരിക്കുന്നു സങ്കല്പം. അത് കുബേരനെ
കുബേരനോട് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് കുബേരൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണത്രേ അങ്ങനെ ഒരു സങ്കല്പം. അതുകൊണ്ടാണ് ഭഗവാനോട് നമ്മൾ എന്തു പറഞ്ഞാലും, ഭക്തി പുരസ്സരം എന്തു പറഞ്ഞാലും അതിൻ്റെ 4 ഇരട്ടി ഭഗവാൻ നമ്മൾക്ക് തരും. അത് തിരുപ്പതി വെങ്കടാചലേശ്വരന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഭക്തനെ പരിപാലിക്കാൻ അദ്ദേഹം എത്രയായാലും മുഖം മറച്ച് നടന്നോളും. എൻ്റെ ഭക്തനാണ് പ്രധാനം. ആ ഭക്തനായിത്തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ചാലറിയാം, നമ്മൾ മറ്റുള്ളവർക്ക് എന്തു കൊടുക്കുന്നു, നമ്മൾ എന്തു വിതയ്ക്കുന്നു അതാണ് നമ്മൾ കൊയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് അളന്നു കൊടുത്തു അതുപോലെ തന്നെ 4 ഇരട്ടിയായി ഭഗവാൻ തിരിച്ച് അളന്നു തരുമെന്ന് പറയാം. ഇപ്പോൾ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെപ്പോഴും ഭഗവാനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുക ജീവിത സൗഖ്യത്തിന് വേണ്ടി. അപ്പോൾ ഭഗവാൻ അത് ഭക്തനാണോ എന്ന് പരിശോധിച്ചിട്ട് നമ്മൾക്ക് തരും, 4 ഇരട്ടിയായി തരും. അപ്പോൾ ആ പൈസ നമ്മൾക്ക് വരണമെങ്കിൽ, ആ പണം നമ്മൾക്ക് വന്നു ചേരണമെങ്കിൽ നമുക്ക് യോഗവും കൂടി ഉണ്ടാവണം. ആ യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ തിരുപ്പതി വെങ്കടാചലേശ്വരൻ്റെ ഭക്തനാവാൻ പറ്റുള്ളൂ. ആ യോഗമില്ലെങ്കിൽ നമ്മൾക്ക് തോന്നും അതൊന്നുമില്ല, അതൊക്കെ പറ്റിക്കലാണ്, അതൊക്കെ വെറുതെ ഓരോ ദുരാചാരങ്ങളൊക്കെ എന്നൊക്കെയുള്ള മനസ്സിൽ തോന്നും. നമുക്ക് തോന്നലാണല്ലോ നമ്മുടെ യോഗം. അപ്പം നമ്മൾക്ക് യോഗമുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ പൂജിക്കാനും ഇങ്ങനൊരു വീഡിയോ കാണാനും ഞാൻ പറയുന്ന ഈ ക്രിയ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു സംശയം അതിലില്ല. അപ്പോൾ അതിന് എന്ത് വേണമെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി പ്രീതി നമ്മൾക്ക് വന്നു ചേരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഭൂമിയില്ല എന്നുണ്ടെങ്കിൽ ഭൂമി ദേവിയുടെ അനുഗ്രഹം നമുക്ക് വന്നു ചേരണമെങ്കിൽ ഈ തിരുപ്പതി വെങ്കടാചലേശ്വരനെ പൂജിക്കുക. അപ്പോൾ ഈ ഭഗവാനെ നമ്മൾ പൂജിക്കുന്ന ആ മാത്രയിൽ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഐശ്വര്യപൂർത്തികൾ ഭഗവാൻ തരാൻ തുടങ്ങും. നമ്മൾക്കറിയാം, കുചേലൻ്റെ കഥ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. കുചേലന് ഈ ജന്മത്തോടു കൂടി മോക്ഷ. ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് ഈ ജന്മത്തിൽ തന്നെ മോക്ഷമുണ്ട്. ഇനി അടുത്ത ജന്മത്തിലെ കുറച്ച് പണം എടുത്തിട്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ ഒന്ന് രക്ഷിക്കാം എന്ന് വിചാരിച്ചാൽ ഇനി അടുത്ത ജന്മവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത ജന്മം നോക്കിയത്. അടുത്ത ജന്മം നോക്കിയപ്പോൾ അതിലും ധനധാന്യ സമൃദ്ധി കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇപ്പോൾ ഭക്തനെ പരിപാലിച്ചു, ഭക്തന് വേണ്ടുന്ന ആ ധനധാന്യ സമൃദ്ധികളൊക്കെ നൽകിയിത്ര. അപ്പം നമ്മുടെ യോഗം ഉണ്ടാവണം. ആ യോഗം ഉണ്ടാവണമെങ്കിൽ ചുരുക്കം പറയാം, നമ്മളൊരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. അല്ലാത്ത പക്ഷം അതൊരു കടമായി തീർന്ന് അടുത്ത ജന്മത്തിലായാലും നമ്മൾക്ക് കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ പണ്ട് കാലത്ത് ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി കടങ്ങൾ കൊടുക്കും, കടം വീട്ടി എന്നിട്ടൊക്കെ പോവുക. വീട്ടാൻ പറ്റിയില്ലെങ്കിൽ പോകണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അന്ന് കാലത്ത് തിരിച്ചു വരുമെന്നും ഉറപ്പില്ല ആർക്കും. അങ്ങനെയാണ്. ഒരാളോട് ശത്രുത വെച്ച് പോയില്ല, ശത്രുത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പോയിട്ടായിരിക്കും ആദ്യം കെട്ടുന്നവരൊക്കെ പറയുക. അങ്ങനെയാണ് ഭഗവാന്മാരെ പ്രീതി മേടിക്കേണ്ടത്. എല്ലാം ഭഗവാൻ തന്നെയാണ്, ഞാൻ നിന്നിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ ജീവാംശമായിരിക്കുന്ന ആ ശക്തി എല്ലാവരിലും ലീനമാണ്. അവരുടെ സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കിയത് എന്നുള്ള ഉത്ബോധം നമ്മൾക്കുണ്ടായിട്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ. കടം വാങ്ങിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ പാടില്ല. അതും മറ്റൊരു കടമായി തീരും, ഭഗവാനോടുള്ള കടമായി തീരും എന്ന് പറയാം. ഈ മുസ്ലിംസൊക്കെ ഈ ഹജ്ജിന് പോകുന്നത് അതുപോലെ എല്ലാ കടങ്ങളും വീട്ടി അങ്ങനെ ഇതിൽ നിന്നൊരു കോപ്പി അടിച്ചതാ.
നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് കോപ്പി അടിച്ച എല്ലാ ശാസ്ത്രങ്ങളും ഈ ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് കോപ്പി അടിച്ചതായിട്ട് കാണാൻ പറ്റും. അത് ഈശ്വരനല്ല, അതൊക്കെ ഋഷിമാരാണ്, ഗുരുക്കന്മാരാണ്. ഇപ്പോൾ യേശു ക്രിസ്തു, ശ്രീനാരായണ ഗുരു, ഇവരൊക്കെ, ഈ മുഹമ്മദ് നബി, ഇവരൊക്കെ ഗുരുക്കന്മാരാണ്. ഒരു സമൂഹം അവരെ പിന്നീട് ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു ഓറ എന്ന് പറയുന്ന ശക്തി, അത് പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചമാകുന്ന ശക്തിയെ നമ്മുടെ ഋഷിമാർ ഓരോ രൂപം കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മോക്ഷത്തിലേക്കാണ്. നമ്മൾ ഈ ക്രിയായോഗ എന്ന് പറയുന്ന പോലെ അവർക്ക് ദേവനെ വെച്ച് പൂജിക്കുന്ന പരിപാടിയിൽ ഞാൻ തന്നെയാണ് ദേവൻ എന്ന പോലും, അതും മറ്റൊരു റൂട്ടാണ്. ഇപ്പം മലയാള മാന്ത്രികം എന്ന് പറയുന്നത് ക്രിയകളും മാന്ത്രികങ്ങളും ഉപാസന, അതും മറ്റൊരു വശമാണ്. ലൗകിക സുഖങ്ങൾ നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ജീവിതചര്യ ക്രമങ്ങൾ വളരെ സൂക്ഷ്മം കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യമൊക്കെ നോക്കിയാൽ അദ്ദേഹം എന്തിനാ ഇപ്പോൾ ജപം ഇരിക്കണത്? മാസങ്ങളോളം ഗുഹാജപങ്ങളിരിക്കുക, ധ്യാനത്തിലിരിക്കുക. നമ്മൾ എത്രമാത്രം ഉയരുന്നുവോ അത്രമാത്രം ആ സമൂഹത്തിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജം നമ്മളിലേക്ക് വന്നു ചേരും. അതിനെ കഴുകിക്കളയാനാണ് ധ്യാന പ്രക്രിയ ചെയ്യേണ്ടത്. പ്രാർത്ഥന, ചിലർ പ്രാർത്ഥനയാവാം, ചിലർ പൂജയാവാം, ചിലർ ക്രിയായോഗയിലൂടെയാവാം. അപ്പോൾ അന്ധമായി നമ്മൾ ആ ഭഗവാനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായി ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ 6 ചക്രങ്ങളും തുറക്കപ്പെടും എന്ന് പറയുന്നത്. ശുദ്ധി, മനഃശുദ്ധിയോടുകൂടി തുറക്കും. അപ്പോഴാണ് നമ്മൾക്ക് സുഹൃതങ്ങളൊക്കെ അനുഭവിക്കാൻ വരിക. അടുത്ത ജന്മമാണെങ്കിലും സുഹൃതത്തിൽ വരിക. ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ ഒരേ അച്ഛനമ്മയ്ക്ക് ജനിച്ച ആൾക്കാർ, ഒരാൾ കോടീശ്വരനായി ഒരാൾ ദരിദ്രനാവുന്നതും അതുകൊണ്ടാണ്. ഒരച്ഛനമ്മയ്ക്ക് ജനിച്ചത് കൊണ്ട് രണ്ടുപേരും കോടീശ്വരനാവണ്ടേ? അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുൻജന്മ ദോഷങ്ങളും ഗുണങ്ങളുമാണ് ഇപ്പോൾ ഇതിന് കാരണം. ഇനി എന്തിന് ഇതെല്ലാം ഞാൻ പറഞ്ഞു എന്നെങ്കിൽ, ഇനി അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങൾ ചെയ്യുക. ആരെങ്കിലും നമ്മൾ പറ്റിക്കാനൊക്കെ ഇടവന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പോയി മാപ്പിരുന്ന് ആ പൈസ കൊടുക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം ആ ദുരിതം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു സംശയവും വേണ്ട. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ധനധാനി സമൃദ്ധി നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ നിത്യം കുളികുറി ജപാദികൾ കഴിഞ്ഞ് ഭസ്മം നിത്യം ധരിച്ചിരിക്കണം. ഭസ്മം എന്നത് വളരെ പോസിറ്റീവ് എനർജിയാണ്. ഞാൻ ഭസ്മമാകുന്നു, അപ്പോൾ തന്നെ നമ്മുടെ ശാപങ്ങളെല്ലാം തീർന്നു എന്നാണ് പറയണത്. എന്നിട്ട് ഗുരുവിളക്ക്, എല്ലാവരും ഗുരുവിളക്ക് വെച്ച് അതിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരു ഹുണ്ടിക ഉണ്ടാക്കണം. അതായത് ഒരു ചുവന്ന ഒരു ചെപ്പ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അലുമിനിയം ആയിക്കോട്ടെ, ചെമ്പായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു വലിയൊരു പാത്രം, ആ ഭണ്ഡാരത്തിൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ തിരുമേനിയെ കണ്ട് 1 രൂപ പൂജിച്ചു വാങ്ങിക്കണം. അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ, ഏത് മഹാലക്ഷ്മി ക്ഷേത്രം ഇല്ല എന്നിരുന്നാലും ദുർഗാക്ഷേത്രത്തിലോ പോയി, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ വളരെ നന്നായി. അതല്ലെങ്കിൽ ദുർഗാക്ഷേത്രത്തിൽ, മഹാലക്ഷ്മിക്ക് ക്ഷേത്രങ്ങളില്ല, മഹാലക്ഷ്മി സങ്കല്പത്തിൽ ക്ഷേത്രങ്ങൾ ഇല്ല എന്നാണ് പറയാം, കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ വളരെ ലെയറായിരിക്കും. അപ്പോൾ മഹാലക്ഷ്മി എന്ന സങ്കല്പത്തിൽ ഭുവനേശ്വരി ക്ഷേത്രങ്ങളിലാണ് പൂജിക്കുക, അതല്ലെങ്കിൽ ദുർഗാക്ഷേത്രത്തിലാണ് പൂജിക്കുക.
അപ്പോൾ ദുർഗാക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ഒരു രൂപ കൊടുത്തുനിന്ന് പൂജിച്ച് തരണം എന്ന് പറയണം. മഹാലക്ഷ്മി ഐശ്വര്യക്ക് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ തിരുമേനിക്കൊരു ദക്ഷിണ കൊടുത്ത് പൂജിപ്പിച്ച് വാങ്ങണം. അതാണ് നമ്മൾ ഈ തിരുപ്പതി വെങ്കടാചലേശ്വരൻ രണ്ട് പത്നിമാരൊത്ത് സുഹൃതമായിരിക്കുന്ന ആ രൂപം മനസ്സിൽ ധരിച്ചുകൊണ്ട് ആ കുണ്ടികയിലേക്ക് സമർപ്പിക്കണം. എന്നിട്ട് നിത്യം ഒരു കോയിൻ, അത് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 5 ആയിക്കോട്ടെ, 10 ആയിക്കോട്ടെ, ഓരോ കോയിൻ ആ ഭണ്ഡാരത്തിലിട്ട് അത് മഹാവിഷ്ണു തന്നെയാണെന്ന് സങ്കല്പിച്ച് നമ്മൾ ഒഴിഞ്ഞിടണം. ആ പൈസ എടുത്ത് നമ്മുടെ പൂജാമുറിയിലത്തെ ക്രിയകളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന സമ്പ്രദായം മാത്രമേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്ന ഏതായാലും ആ നമ്മുടെ എല്ലാ ക്രിയകൾക്ക് ശേഷം ആ ഒരു രൂപ നമ്മളെ ഒഴിഞ്ഞ് ആ ഭണ്ഡാരത്തിലിടണം. ഇടുമ്പോൾ പറയേണ്ടത് സൗഖ്യമായി ജീവിക്കാൻ വേണ്ടുന്ന ധനധാന്യ സമൃദ്ധി എനിക്ക് തന്നാലും ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് സമ്പത്ത് വന്നിരിക്കും, ഒരു സംശയം അതിലില്ല. കാരണം ഞാനും ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും പറഞ്ഞു കൊടുക്കുന്ന ക്രിയകളാണ്. അവർക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ഞാനും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം തരുന്നുവെങ്കിൽ അതെൻ്റെ ഗുരുക്കന്മാർ തന്നിട്ടുള്ള മന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറയുന്നത്. നിങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അല്ലാതെ എനിക്കൊരു അറിവ് കിട്ടി ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ എന്നുള്ള ചിന്താഗതി എനിക്കില്ല. പലരും ഉണ്ട് ഇതുപോലെ രക്ഷപ്പെട്ടു പോകും. ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയവർ ഒരുപാട്, കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടായിട്ടും കടബാധ്യതകളിൽ നിന്ന് വിട്ടുമാറിപ്പോയിട്ടും അവരാരോടും ഇവിടുത്തെ കാര്യം പറയില്ല. ചോദിച്ചപ്പോൾ പറയുന്നത് പിന്നീട് അവർക്ക് ദുരിതമായി മാറും. അത് അപ്പോൾ പറയും, അത് പറഞ്ഞില്ല എന്നെ, അവര് മറ്റുള്ളവർ എന്നെ പറ്റി എന്താ ചിന്തിക്കുക, അതുകൊണ്ട് ഞാൻ സ്വാമിയുടെ പേരൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ ആവരുത്. നമ്മൾ രക്ഷപ്പെട്ടു എങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ സ്വാമി പൂജ ചെയ്തതിന് ശേഷം എനിക്ക് മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ പറയുമ്പോഴാണ് ഇവിടുത്തെ പരദേവതയുടെ അനുഗ്രഹം നിങ്ങളോടുകൂടെ എന്നുണ്ടാവുക. അല്ലാതെ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി, മറ്റുള്ളവർ രക്ഷപ്പെടണ്ട എന്നുള്ള ചിന്താഗതി വരുമ്പോൾ തന്നെ നമ്മൾക്ക് നെഗറ്റീവ് ഊർജമായി മാറും. അപ്പം ഇത്തരത്തിലുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഗുണപ്പെട്ടുവെങ്കിൽ, വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ, തിരുപ്പതി വെങ്കടാചലേശ്വരൻ്റെ ഈ കൊച്ചു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയാണ്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു കുണ്ടിക സമർപ്പണം ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും അവർക്കും ഈ അറിവുകൾ സമർപ്പിച്ചു കൊടുക്കുക. ഈ ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിനെ കുറിച്ച് അവരോടും പറഞ്ഞു കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ഹരി ഓം നമഃ ശിവായ.